നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഴംപൊരിക്കും ബ്രെഡിനും വരെ GST ഇട്ട കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ വലിയ ട്രോളുകളായിരുന്നു. ഇപ്പോൾ ആ അപമാനമങ്ങ് തുടച്ചെറിഞ്ഞിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ. GSTയിൽ വലിയ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് രാജ്യത്തെ സാധാരണക്കാർക്കും ബിസിനസ് സംരംഭങ്ങൾക്കും വലിയ ആശ്വാസമാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന് ഒരു വലിയ കയ്യടിയാണ് ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചരക്ക് സേവന നികുതിയിലെ സ്ലാബുകൾ വെട്ടിക്കുറച്ചും നിരക്കുകൾ താഴ്ത്തിയും GST കൗൺസിലിന്റെ ഒരു വലിയ തലോടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാലിനും പനീറിനും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ GST പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. വെണ്ണ, നെയ്യ്, കശുവണ്ടി, ബദാം, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, കോൺഫ്ലെക്സ്, സൂപ്പ്, ജാം, കണ്ടൻസ്ഡ് മിൽക്ക്, ഐസ്ക്രീം തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ നികുതി നിലവിലെ 12-18 എന്നതിൽ നിന്ന് 5% താഴ്ത്തി. അതായത് സാധാരണക്കാരന് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ അടുക്കളയിൽ ഇതുവരെ കൈപൊള്ളുന്ന പലതും ഉണ്ടായിരുന്നില്ല. ഇനി അവയൊക്കെ വാങ്ങിക്കാം, ആഘോഷങ്ങൾ സമൃദ്ധമായി തന്നെ കൊണ്ടാടാം. 12%, 28% സ്ലാബുകൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് GST കൗൺസിലിന്റെ നടപടി. നേരത്തെ 12% സ്ലാബിലുള്ളവയെ 5% സ്ലാബിലേക്ക് താഴ്ത്തുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ 18% സ്ലാബിലുള്ള നിരവധി ഉൽപ്പന്നങ്ങളും 5% മാറിയെന്നതും ജനങ്ങൾക്ക് വലിയ നേട്ടമാണ്. 28% സ്ലാബിൽ നിലവിലുള്ള ആഡംബര ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ട സിഗരറ്റ്, പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് എന്നിവയെ 40% എന്ന പ്രത്യേക GST സ്ലാബ് രൂപീകരിച്ച് അതിലേക്ക് മാറ്റും. പുതുക്കിയ GST നിരക്കുകൾ നവരാത്രി ആഘോഷ ദിനാരംഭമായ സെപ്റ്റംബർ 22-ന് പ്രാബല്യത്തിൽ വരും. എന്നാൽ പാൻ മസാല, സിഗരറ്റ് തുടങ്ങി ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ട ഉൽപ്പന്നങ്ങൾക്ക് പുതുതായി ഏർപ്പെടുത്തിയ 40% നികുതി അന്ന് പ്രാബല്യത്തിൽ വരില്ല. അവയുടെ GST തൽക്കാലം 28% തന്നെ തുടരുമെന്ന് GST കൗൺസിൽ യോഗത്തിനു ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഈ തീരുമാനം കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജനങ്ങൾ നിത്യേന വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ GST കുറയ്ക്കുമെന്നായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്കുകൊടുത്തത്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന നടപടിയുമായിട്ടാണ് GST കൗൺസിൽ അവരുടെ നീക്കം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇക്കുറി നവരാത്രി, ദീപാവലി ആഘോഷകാലം തൊട്ട് വീട്ടിലേക്കുള്ള പാല് മുതൽ കാറ് വരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഇത് ജീവിത ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. ഉപഭോഗം വർദ്ധിക്കുമെന്നത് ഈ രംഗത്തെ സംരംഭങ്ങൾക്കും നേട്ടമുണ്ടാക്കും. GSTയിൽ ആശ്വാസം ഏതിലൊക്കെയാണ് എന്നുകൂടി ഒന്ന് പരിശോധിക്കാം. TV, AC, റെഫ്രിജറേറ്റർ, ഹെയർ ഓയിൽ, ഷാംപൂ, ഫേസ് പൗഡർ തുടങ്ങിയവയ്ക്കും വില കുറയും. തെർമോമീറ്റർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ, 2500 രൂപ വരെയുള്ള പാദരക്ഷകൾ എന്നിവയ്ക്കും ഇനി കുറഞ്ഞ വില. സിമന്റിന് നികുതി 5% നിർമ്മാണ മേഖലയ്ക്കും കരുത്താകും. ഭവന നിർമ്മാണ രംഗം ഉഷാറാകും. ബുക്ക്, പെൻസിൽ, ക്രയോൺസ് തുടങ്ങി പഠനോപകരണങ്ങൾക്ക് വില കുറയുന്നത് കുട്ടികളുടെ പഠന ചെലവും കുറയ്ക്കും. കാർഷികോപകരണങ്ങളുടെ GST 12-18 നിന്ന് കുറയും. ഇന്ത്യക്കാർക്ക് ഇപ്പോൾ കൂടുതൽ പ്രിയം സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളോടാണ്. കേവലം വിലക്കുറവും ഉയർന്ന മൈലേജും എന്നതിനപ്പുറം സുരക്ഷ, സൗകര്യം എന്നിവയ്ക്കും ജനം ഊന്നൽ നൽകുന്നുവെന്ന് അത് സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ നിലവിൽ വിറ്റഴിക്കുന്ന പുതിയ കാറുകളിൽ ഏതാണ്ട് 60% ഇപ്പോൾ SUVകളാണ്. എന്നാൽ ഇന്ത്യക്കാരെ വീണ്ടും ചെറു കാറുകളിലേക്ക് ആകർഷിക്കാനുള്ള നടപടിയാണ് GST കൗൺസിൽ എടുത്തിരിക്കുന്നത്. ചെറു കാറുകളുടെയും 350cc വരെ എഞ്ചിൻ ശേഷിയുള്ള 2 വീലറുകളുടെയും GST 28-ൽ നിന്ന് 18%ലേക്ക് കുറച്ചു. മറ്റു വാഹനങ്ങളുടെ നികുതി 28-ൽ നിന്ന് 40%ലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. SUVകൾക്ക് നിലവിൽ 28% GST എങ്കിലും 22% വരെ സെസ് ഉണ്ട്. ഫലത്തിൽ ഇവയുടെ ആകെ നികുതി നിലവിൽ 45-50%. ഇത് 40%ലേക്ക് കുറയും. അതായത് ഇവയുടെ നികുതി ഭാരം കുറയുകയാണ് ചെയ്യുക. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി നിലവിലെ 5%-ൽ തുടരും. ഇൻഷുറൻസ് പ്രീമിയത്തിലും വലിയ ആശ്വാസമാണ്. ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ GST നിലവിലെ 18%-ൽ നിന്ന് 0% തീരുമാനവും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. ഇനിയും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് കുറഞ്ഞ സാമ്പത്തിക ചെലവിൽ പരിരക്ഷ സ്വന്തമാക്കാനും രാജ്യത്ത് പരിരക്ഷ നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കാനും ഈ നീക്കം സഹായിക്കും.
നിലവിൽ നിങ്ങൾ 100 രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയം നൽകുന്നതെങ്കിൽ ഇതിനോടൊപ്പം 18 രൂപ കൂടി ഇൻഷുറൻസ് കമ്പനികൾ ഈടാക്കുന്നുണ്ട്. GST 0 ആക്കിയെങ്കിലും ആകെ തുക 100 രൂപയായി കുറയില്ല. കാരണം ഇൻഷുറൻസ് കമ്പനികൾ കമ്മീഷൻ ഉൾപ്പെടെ വിവിധ ചെലവുകളിൽ മേലുള്ള GST ആയി 12.5 രൂപയോളം അടയ്ക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയേക്കാം. അങ്ങനെയെങ്കിൽ പ്രീമിയം കുറയുക 118 നിന്ന് 112.5 രൂപയായിട്ടാകും. GST നിരക്കുകൾ കുറച്ചത് ഓഹരി വിപണിക്ക് പുത്തൻ ആവേശവും നൽകിയിരിക്കുകയാണ്. FMCG, വാഹനം, കൺസ്യൂമർ ഗുഡ്സ്, റിയൽറ്റി, ഇൻഷുറൻസ് കമ്പനികളുടെ ഓഹരികളിൽ പ്രതിഫലനം പ്രതീക്ഷിക്കാം. GSTയിൽ വലിയൊരു പൊളിച്ചെഴുത്ത് കേന്ദ്രം നടത്തിയതോടെ അത് വലിയ രീതിയിൽ സാധാരണക്കാർക്ക് ഗുണകരമാകുകയാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുകയാണ് രാജ്യത്തെ മിഡിൽ ക്ലാസ്. അവർക്ക് ഇത് വലിയൊരു സമ്മാനം തന്നെയാണ്. GST നിരക്കുകൾ 2 സ്ലാബുകളായി ചുരുക്കാനുള്ള GST കൗൺസിൽ തീരുമാനത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിട്ടുണ്ട്. GST കൗൺസിൽ തീരുമാനത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. അതേസമയം പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് നിരവധി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും. അത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ അത് സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ്. ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ടൂത്ത് ബ്രഷ്, ഹെയർ ഓയിൽ തുടങ്ങിയവ ഇനി 5% GST സ്ലാബിൽ ഉൾപ്പെടുന്നവയാണ്. 2500 രൂപ വരെ വിലയുള്ള വസ്ത്രങ്ങൾക്കും ചെരുപ്പുകൾക്കും നികുതി 5% കുറയും. പിന്നെ മറ്റൊന്ന്, അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും ഏകദേശം നല്ല ഒരു മാറ്റമാണ് ഈ ഒരു പ്രഖ്യാപനത്തോടെ ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.